മോർണിംഗ് മാം. മോർണിംഗ്. വന്നടാ ചോക്ലേറ്റ് അമ്മിനി മോളും. ഇത് കൊണ്ടുപോക്കോളൂ, ബാക്കിയുള്ളത് ഞങ്ങൾ കൊണ്ടുവന്നോളൂ. ചെല്ലട. അയ്യോ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അയ്യോ ഈ കുട്ടി പിശാചിന് ഭ്രാന്തായി തോന്നുന്നു. അമ്മയെ പിടിക്കണം മാറി. ശിവാനി എന്താ പറയുന്നത്? പിന്നെ എന്താ അവന്റെ അമ്മയ്ക്ക് ചന്തിയില്ലേ? അക്കുരിപ്പ് കൊള്ളാല. ധൈര്യം തൊട്ടു നോക്കടാ. ഡേർട്ടി പോവ. എന്റെ അമ്മ ഹാപ്പിയാണല്ലോ. നീ നിനക്ക് നടി തെരച്ചോടാ. എല്ലാം ഓക്കെ ആണോ മാം? താങ്ക് യു. ഞാൻ അയാളെ വഴക്ക് പറയാത്തത് നിനക്ക് ദേഷ്യം? നീ എന്തൊക്കെയാ പറഞ്ഞ്? എവിടുന്ന് പഠിച്ചു ഈ ലാംഗ്വേജ് ഒക്കെ ശിവാനി നീ? എന്റെ ലാംഗ്വേജ് ആണ് പ്രശ്നം, അല്ലാതെ അവൻ കേറി പിടിച്ചതിന് മമ്മിക്ക് ഒരു വിഷമമില്ല. വിഷമിച്ചിട്ടെന്താ? ഇപ്പൊ കണ്ടില്ലേ, അത്രയും പേരവിടെ ഉണ്ടായിട്ടും ഒരാളും ചോദിക്കാൻ വന്നില്ലല്ലോ. അതാ നമ്മുടെ സൊസൈറ്റി. പിന്നെ നീ എന്നും തനിച്ചാ സ്കൂളിൽ പോന്നെ, ഞാനും ഒറ്റയ്ക്കാണ്. അവരാരാ എന്താ എവിടുന്നാന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അവര് നിന്നെയോ എന്നെയോ എന്തെങ്കിലും ചെയ്താ ചോദിക്കാൻ നമുക്ക് ആരാ ഉള്ളത്? നീ കഴിക്ക്. അപ്പൊ ആ വൃത്തികെട്ടവൻ പറഞ്ഞ പോലെയാണല്ലേ നീയും കരുതുന്നത് ഞാനിതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്? വേണ്ട, ഇനി അതിന്റെ പേരിലും കരയണ്ട. ഞാൻ കഴിച്ചോളാം. ഹലോ, പിന്നെ വിളിക്ക്. ഞാൻ ഭയങ്കര തിരക്കില്ല. ഓ, നിനക്കെന്ത് തിരക്ക്? ഞാനല്ലേ കുത്തിയിരുന്ന് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. എന്നെ കൊണ്ട് ഇങ്ങനെ ഇമ്പോസിഷൻ പോലെ ഒപ്പിടിക്കാതെ ഇതൊക്കെ നിന്റെ പേരിലാക്കാൻ ഞാൻ എത്ര കാലമായി പറയുന്നു. അതൊക്കെ അച്ഛൻ ചെയ്താൽ മതി. ഞാൻ 10 പെട്ട 10 10 തരത്തിലായി പോകും. എടാ, നിന്നോടല്ലേ പറഞ്ഞത് പിന്നെ വിളിക്കാൻ. ആരാടാ ഫോണില്? അതെ, ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ആരാ എന്താ എവിടെ നിന്നൊക്കെ ചോദിക്കുന്നത് മര്യാദയല്ല. അതാദ്യം പഠിക്കും. ലണ്ടനിൽ പോയി പഠിച്ചിട്ട് എന്ത് കാര്യം? മാനേഴ്സ് വേണം. ഇതൊക്കെ കണ്ടിട്ടല്ലേ മക്കള് പഠിക്കുന്നത്. ആ, എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. ഇത് വേറൊന്നല്ല, ഇന്ന് ശിവനുടെ ഫോൺ കോൾ വന്നപ്പോ ആരെന്താ ചോദിച്ചത്? ഒരു ചെറിയ ഡോസ് എടുത്തു, അതെടുത്ത് അപ്പൂപ്പിന് നേരെ പ്രയോഗിച്ചതാ. വെറുതെ അല്ല, ഞാനും വിചാരിച്ചു ഇത്ര പെട്ടെന്ന് എവിടുന്ന് വന്നു ഇവര് മകതിരി വന്ന്. അപ്പൂപ്പ, ഇങ്ങനൊരു മോനെ അപ്പൂപ്പന് എവിടുന്ന് കിട്ടി? എന്താടാ എന്റെ മോനൊരു കുറവ്? ഏയ്, ഒരു കുറവില്ല, എല്ലാം കുറച്ച് കൂടുതലാ. ഇതുവരെ അപ്പൂപ്പനല്ലേ എന്റെ സ്കൂളിൽ വന്നോണ്ടിരുന്നത്. ഇപ്രാവശ്യം വെക്കേഷന് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എന്തിനാ പപ്പ അയച്ചത്? എല്ലാം തല്ലിപ്പൊളിയാക്കിയില്ലേ പപ്പ? ആദിയുടെ പപ്പ ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് പറയാ, വി ആർ വെരി പ്രൗഡ് ഓഫ് ഹിം. നാഷണൽ ലെവൽ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് ഞങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്നത് ആദിയാണ്. ബ്യൂട്ടിഫുൾ. ആദി, വിച്ച് കോഴ്സ് യു പ്രിഫർ? മ്യൂസിക്. കരാട്ടെ. എനിക്ക് കരാട്ടെ വേണ്ട പപ്പ, ഞാൻ പാട്ട് പഠിച്ചോളാം. എന്നാ പാട്ടും കൂടെ പഠിച്ചോ. അടിക്കാൻ വരുന്നവരെ പാട്ടും പാടി അടിക്കാലോ. 2 കോഴ്സും കൂടെ എത്ര രൂപ ഫീസ്? 60,000. ഓ, സോറി. അയ്യേ, വൃത്തികെട്ടവൻ. മനുഷ്യന്റെ ബാണം കളയുമല്ലോ. ഇത് സ്കൂളിൽ നടന്നത്. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബേക്കറിയിലും പ്രശ്നം ഉണ്ടാക്കി. ഏത് ബേക്കറി? എന്താ പ്രശ്നം? നമ്മൾ എപ്പോഴും സ്വീറ്റ്സ് വാങ്ങുന്ന ബെസ്റ്റ് ബേക്കറി ഇല്ലേ, എന്റെ കാലക്കേടിന് അവിടുന്ന് ഒരു പേസ്ട്രി വേണമെന്ന് ഞാൻ പറഞ്ഞു. 3 ചോക്ലേറ്റ് പേസ്ട്രിയും കൂടി. അപ്പൂപ്പൻ എവിടെ? കുറെ നാളായല്ലോ കണ്ടിട്ട്. വീട്ടിലുണ്ട്. അപ്പൊ ഇതാരാ, പുതിയ ഡ്രൈവറാ? അല്ല, ഇതിന്റെ പപ്പയാ. അയ്യേ, ഇതാണോ പപ്പ?
നിനക്കെന്നെ കണ്ടിട്ട് പിടിച്ചില്ലടാ. ഏ? വേണ്ട. എന്നാടാ? അടിക്കണ്ടേ? എന്നാ തന്നെ ഞാൻ ഇടിക്കാടോ. ഞങ്ങളൊക്കെ ഉണ്ട്. ഓ, നിങ്ങളിവിടെ അടി ചോദിച്ചു പഠിക്കാൻ വന്നതാണ്. അയ്യോ ഇവനിത് എന്തിന്റെ കേടാ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്ന് സ്കൂളിൽ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി. എന്ത് പ്രശ്നം? കരാട്ടെ മാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് ശരിയല്ലാന്നും പറഞ്ഞു അവരോട് വഴക്കിന് വന്നു. പിന്നെ വിക്രം ചേട്ടൻ എവിടുന്നോ കുറെ ഗുണ്ടകളെയും കൊണ്ടുവന്ന് അവിടെ കിടന്ന് അടിയുണ്ടാക്കി. എടാ വിക്രമ, നിന്നോടല്ലേ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് നാളെ ആദ്യം കൂടി തിരുവനന്തപുരത്ത് പോകാനുള്ളതാ, ബ്യൂട്ടിഫുൾ സ്റ്റുഡന്റ് അവാർഡ് മേടിക്കാൻ. എന്നോട് തിരുവനന്തപുരത്ത് വരുന്ന ആരും പറയുന്നു. അയ്യോ ഈ ചൂടിനവൻ തിരുവനന്തപുരത്ത് പോയാൽ മന്ത്രിസഭ വരെ ചവിട്ടി മറിച്ചിടും. അപ്പൊ സത്യം, നാളെ അവാർഡ് വാങ്ങിയ പപ്പ എങ്ങാനും എന്നോട് വന്ന എല്ലാവരുടെ മുമ്പിൽ വെച്ച് പപ്പ എന്നെ നാണം കെടുത്തു. എന്തെങ്കിലും ഒന്ന് ചെയ്യ അപ്പൂപ്പ പ്ലീസ്. നീ ടെൻഷനാവണ്ട, തിരുവനന്തപുരത്തെ കാര്യം അത് ഞാൻ ഒഴിവാക്കി തരാം. ഹലോ. ആ എന്തായാലും മുതലാളി ഒന്നും നടക്കൂലട്ടാ. നീ അഡ്വാൻസ് മേടിച്ചു വെക്കടാവേ. ഇല്ല മുതലാളി, ഈ പറഞ്ഞ എമൗണ്ട് നടക്കില്ല. അഡ്വാൻസ് ഞാൻ വാങ്ങിക്കൂല്ല. അല്ലെങ്കിൽ നീ എമൗണ്ട് ഫിക്സ് ചെയ്തോ? ഏയ് അതൊന്നും ശരിയാവൂല മുതലാളി, പിന്നെ അത് വൻ സീനാകും. ആ അബ്ദുറസാഖ് ഉണ്ടോ അവിടെ? ആ ഉണ്ട്. ഫോൺ അവന്റെ കൊടുക്ക്. ഹലോ എടാ അബ്ദുറസാഖേ, എന്താ മുതലാളി? നീ അവന്റെ കരണക്കുറ്റിക്കിട്ടൊന്ന് പൊട്ടിച്ചേ. ഓക്കെ മുതലാളി. പൊട്ടിച്ചു മുതലാളി. ഇനി ആ ഫോൺ അവന് കൊടുത്തേ. ഓ എന്താടാ രാജപ്പ? അഡ്വാൻസ് ഞാൻ കൈപ്പറ്റിക്കോളാം മുതലാളി. ബ്യൂട്ടിഫുൾ. പല ജാതി അടി കണ്ടിട്ടുണ്ട്, മൊബൈലിൽ കൂടി അടി കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. നീ രാവിലെ റെഡിയാവണം, നമുക്കൊരിടത്ത് പോകാനുണ്ട്. രാവിലെ എനിക്ക് ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് പോണ്ടേ? അത് സ്റ്റെൻസിൽ ഹൗസ് പൊക്കോളും. ടെൻസിൽ ഹൗസിനെ ഞാൻ 2 മാസത്തെ ലീവും കൊടുത്ത് പറഞ്ഞു വിട്ടില്ലേ? അവനെ ഞാൻ തിരിച്ചു വിളിച്ചോളാം, അവൻ പൊയ്ക്കോളും. എന്റെ മോൻ അവാർഡ് വാങ്ങിക്കുന്നത് കാണേണ്ടത് ഡ്രൈവർ സ്റ്റെൻസിലാവോസ് അല്ല, ഞാനാണ്. അച്ഛനല്ലേ പറഞ്ഞത് ഈ വെക്കേഷൻ മുഴുവൻ ഞാൻ അവനോട് കാണുമെന്ന്. പിന്നെ അതിനിപ്പോ മാറ്റി പറയുന്നത്? നീ പോയാ ശരിയാവില്ല. ആദി നിന്റെ കൂടെ വരാൻ തയ്യാറല്ല. അവനെ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലല്ലേ നിന്റെ പ്രവൃത്തി. നീ അവന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും അവനിപ്പോ നാണക്കേടാ. അപ്പൂപ്പ പറഞ്ഞോ? പറഞ്ഞു.